എല്ലാവർക്കും നമസ്കാരം. ഇനി കുറച്ച് കാലത്തേക്ക് നമ്മളുടെ ഈ ഒരു ചാനലിൽ ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കാരണം ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ ബിഗ് ബോസ് തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ കണ്ടന്റിൻ്റെ ഒരു ചാകര തന്നെയായിരിക്കും വരുന്ന ദിവസങ്ങളിലെ യൂട്യൂബേഴ്സിന്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ബിഗ് ബോസ് റിവ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോസൊക്കെ കണ്ടതുകൊണ്ട് തന്നെ അത്ര ഇൻഫർമേറ്റീവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണമുള്ള യാതൊരു കാര്യവും ഇതിലുണ്ടാവില്ല. അതായത് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ചാനലിലെ റിവ്യൂസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബിഗ് ബോസ് തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് തന്നെ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പേരുകൾ നമ്മൾ ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് പേരുകൾ കൺഫേംഡ് ആയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഞാനൊന്ന് ഇതിലൂടെ കാണിച്ചു തരാം. ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ പേരുകളൊക്കെ പുറത്തുവിട്ടത് ടൈംസ് ഓഫ് ഇന്ത്യ ഓൺലൈൻ ന്യൂസ് വഴിയാണ്. അതേപോലെ തന്നെ ഫിൽമി ബീറ്റ് പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവർ പുറത്തുവിട്ട ലേറ്റസ്റ്റ് ലിസ്റ്റ് പ്രകാരം ആദ്യത്തെ പേര് എന്ന് പറയുന്നത് റാനിയ റാണ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രിൻസൻ ഫാമിലിയുടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു നടിയാണ്. പക്ഷേ ഈ കുട്ടി വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഫെയിമിൽ ഇപ്പം നിൽക്കുമ്പോൾ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ വരാനുള്ള സാധ്യത കുറവ് തന്നെയായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. വരാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു ഒരു 10% പോലും ഇല്ല എന്നാണ്. ചിലപ്പോൾ പ്രിൻസൻ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പെങ്ങാനും ചിലപ്പോൾ കോള് വന്ന് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫർമേഷനൊക്കെ കൊടുത്ത് കാണും. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലും വന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ വന്നത്. എന്തായാലും ഈ ഒരു നടി വരാനുള്ള സാധ്യത കുറവ് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇനി അടുത്തൊരു പേര് എന്ന് പറയുന്നത് മുൻഷി രഞ്ജിത്ത്. ഈ ഒരു പേര് മുമ്പ് ആരുടെയും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പുതിയ പേര് തന്നെയാണ്. എന്തായാലും മുമ്പ് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കാണാത്ത ഒരു 4-5 പേര് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു പേര് മുൻഷി രഞ്ജിത്ത് ആവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അടുത്തൊരു പേരെന്ന് പറയുന്നത് ഗായത്രി ദേവി. എല്ലാവർക്കും അറിയായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം വീഡിയോസ് ചെയ്യുന്ന ആളാണ്. ഏകദേശം 8 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്. അത്യാവശ്യം കോമഡിയൊക്കെ കാണിച്ച് ആളുകളെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഗായത്രി ദേവി. കിങ്ങിണി എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കാണും, അറിയാത്തവരാണെങ്കിൽ. എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും. ഈ 8 ലക്ഷം ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഒരു വലിയ കൗണ്ട് തന്നെയാണ്. മാത്രമല്ല ഇതേപോലെയുള്ള ഒരാളെയൊക്കെ ബിഗ് ബോസിലേക്ക് എടുക്കുമ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കൂടെ അതിൽ വരും. അതും അവർ മുന്നിൽ കണ്ടിട്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ഈ ഒരു കുട്ടിയുടെ പേരും കൺഫേംഡ് ആയിട്ട് ബിഗ് ബോസിലേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നുണ്ട്. ഇനി അടുത്ത പേര് എന്ന് പറയുന്നത് ബോബൻ ആലമുടൻ. ഈ ബോബൻ ആലമുടൻ്റെ കാര്യത്തിൽ നമുക്കൊരു 99% വിശ്വസിക്കാൻ പറ്റും. കാരണം ഇതേപോലുള്ള ഒരു വ്യക്തിയാണ് കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസിൽ കയറിയത്. അതായത് അഖിൽമാരോട് കൂടി ഉണ്ടായിരുന്ന ഷിജു. അതുകൊണ്ട് തന്നെ ഒരു സീനിയർ ലെവൽ ആർട്ടിസ്റ്റായിട്ട് ബോബൻ ആലമുടൻ കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ ഒരു ആൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സീസണിൽ അതേപോലത്തെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ബോബൻ ആലമുടൻ്റെ കാര്യത്തിൽ നമുക്കൊരു 90% ഉറപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു പേര് എന്ന് പറയുന്നത് രേഖാ രതീഷ്. ഇത് മുമ്പ് പല പ്രഡിക്ഷൻ ലിസ്റ്റുകളും നമ്മൾ കണ്ട ഒരു പേര് തന്നെയാണ്. പക്ഷേ പല ന്യൂസ് ചാനലുകളിലൊക്കെ വരുന്നുണ്ട് ഈ രേഖാ രതീഷ് പോകുന്നില്ല, അങ്ങനെ ഒരു വിളി വന്നിട്ടില്ല എന്നൊക്കെ. പക്ഷേ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ കൺഫേം ആണ്, 100% കയറാൻ പോകുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഓൺലൈൻ ന്യൂസുകളിലൊക്കെ കയറാൻ പോകുക എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി തന്നെയാണ്. ചിലരുടെയൊക്കെ സംസാര രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം ഒരു എന്താ പറയുക പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാളാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് രേഖാ രതീഷ് എന്നാണ് തോന്നുന്നത്. എന്തായാലും വരുവാണെങ്കിൽ നല്ലത്. ഇനി അടുത്തൊരു പേര് അധികം പ്രഡിക്ഷൻ ലിസ്റ്റുകളൊന്നും കാണാത്തൊരു പേരാണ്, അതായത് രജനീഷ് വി ആർ. ഈ ഒരു പുള്ളി എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖം തന്നെയായിരിക്കും. അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റീസിൻ്റെയും ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നമുക്ക് പരിചയമുള്ള ഒരു മുഖമാണ്. എല്ലാവർക്കും അറിയാം അത്യാവശ്യം പുള്ളിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. കാരണം ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ പറയുന്ന ഓരോ കാര്യത്തിനും കൃത്യമായ മറുപടി കൊടുത്ത് ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നല്ലൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ പുള്ളി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. എന്തായാലും അടുത്തൊരു പേര് എന്ന് പറയുന്നത് ഷാനവാസ് ഷാനു. ഈ ഒരു പേര് എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും കണ്ടു തന്നെയാണ്. സീരിയൽ ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. എന്തായാലും പലരും പറയുന്നത് ഈ ഒരു പുള്ളി കൺഫേംഡ് ആണ്, 90%, 100% എന്നൊക്കെയാണ്. എന്തായാലും വരുമായിരിക്കും ചിലപ്പോൾ. സീരിയൽ രംഗത്ത് നിന്നുള്ള ഒരുപാട് പേര് ഇത്തവണ ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു പേര് എന്ന് പറയുന്നത് സുജയ പാർവതി. ഈ ഒരു വ്യക്തി വരാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് സുജയ പാർവതിയുടെ പേരൊക്കെ ഇതേപോലെ പ്രിഡിക്ഷൻ ലിസ്റ്റിലും കൺഫേംഡ് ലിസ്റ്റിലും ഒക്കെ കാണുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും പോപ്പുലറായി മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ
ബിഗ് ബോസ് ഷോയിലേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അതായത് സുജയ പാർവതി പോകാനുള്ള ചാൻസ് ഒരു 0% തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം മാധ്യമരംഗത്ത് ഇത്രയും തിളങ്ങി നിൽക്കുന്ന ഒരാൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോയിട്ട് വേണം ഫേമസ് ആവാൻ. അപ്പോൾ അത്യാവശ്യം ചാനൽ ചർച്ചകളിലും മറ്റ് ന്യൂസ് പ്രസൻറ്റേഷനിലൊക്കെ അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോയിട്ട് ഈ ഒരു പേരും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തണോ എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവും. എന്തായാലും പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ലിസ്റ്റിൽ ഇങ്ങനെ ഒരു പേര് കാണുന്നുണ്ട്. എന്തായാലും സുജയ പാർവതി ബിഗ് ബോസ് ഷോയിലേക്ക് കയറുമോ ഇല്ലയോ എന്ന് 3-ാം തീയതി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു പേര്, ഇത് പല പ്രഡിക്ഷൻ ലിസ്റ്റിലും കണ്ട ഒരു പേര് തന്നെയാണ്, ബിന്നി സെബാസ്റ്റ്യൻ, സീരിയൽ ആർട്ടിസ്റ്റ്. അത് ചിലപ്പോൾ കൺഫേംഡ് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് 7 അനൗൺസ് ചെയ്ത ആ ഒരു സമയത്തൊക്കെ ഒരുപാട് പേര് പ്രഡിക്ഷൻ ലിസ്റ്റിലിട്ട ഒരു പേര് തന്നെയാണ് ബിന്നി സെബാസ്റ്റ്യൻ്റെ. ഇനി അടുത്തൊരു പേരാണ് വിൻസി അലോഷ്യസ്. വരാനുള്ള സാധ്യത ഒരു 1% പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം സിനിമയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു 90% കൺഫേംഡ് ആയ ലിസ്റ്റിലൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പേര് വരുന്നത്. ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, ബിഗ് ബോസിൻ്റെ കാര്യമാണ്. ഈ അവസാന നിമിഷത്തിൽ ഇതേപോലുള്ള ആളുകളൊക്കെ കയറുമോ എന്നുള്ള കാര്യം നമുക്കൊരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതേപോലെയായിരുന്നു കഴിഞ്ഞ സീസണിൽ അവസാനത്തെ ഒരു ടൈമിലായിരുന്നു അൻസിബ അതുവരെ ആരുടെയും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു ബിഗ് ബോസിലേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ വിൻസി അലോഷ്യസിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് ഇല്ല എന്നങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനി അടുത്തൊരു പേരാണ് ആദിത്യൻ ജയൻ. ഇത് പല പ്രഡിക്ഷൻ ലിസ്റ്റിലും നമ്മൾ കണ്ട ഒരു പേര് തന്നെയാണ്, സീരിയൽ ആർട്ടിസ്റ്റ്. വരാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാവും. ഇനി അടുത്തത് ഒരു ഞെട്ടിക്കുന്ന പേരാണ് കിളി പോൾ. എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു പുള്ളിയെ. ഇൻസ്റ്റാഗ്രാമിൽ നല്ല നമ്മുടെ റീലൊക്കെ ചെയ്ത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ആഫ്രിക്കയിലുള്ള ഒരു വ്യക്തി. പലരും ആദ്യമൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത് മലയാളം അറിയുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ മലയാളിയാണോ എന്നൊക്കെ പലരും ആ ഒരു റീൽസിൻ്റെ അടിയിലൊക്കെ പോയി കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിയും വരാനുള്ള സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. റീസെൻ്റായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പല സെലിബ്രിറ്റീസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ കൂടെ ചേർന്ന് റീൽസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. അങ്ങനെ പല പരിപാടിയിലൊക്കെ കേരളത്തിൽ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പുള്ളിയുടെ പേര് ഈ ഒരു ലിസ്റ്റിൽ കാണുന്നുണ്ട്, ബിഗ് ബോസിലേക്ക് കയറാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മലയാളം ഷോ ആണ്, മലയാളം സംസാരിക്കാൻ കഴിയണം. ഈ ഒരു പുള്ളിക്ക് മലയാളം അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പുള്ളിയുടെ പേര് എനിക്ക് തോന്നുന്നത് വെറുതെ ഒരു തമാശയ്ക്ക് ആരെങ്കിലും ഇട്ടതായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പിന് വേണ്ടി കൊടുത്തതായിരിക്കാം ഇങ്ങനെയൊരു പേര്. സാധ്യത വളരെ കുറവാണ്. ഇനി അടുത്തത് രേണു സുധി. രേണു സുധിയുടെ പേര് തുടക്കം മുതൽ തന്നെ കേൾക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഈ രേണു സുധി അല്ലെങ്കിൽ മൃണാൾ, ഇവർ രണ്ടുപേരുടെയും കണ്ടന്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ വെറുത്തുപോയി. ഈ ഫേസ്ബുക്കോ ഈ യൂട്യൂബോ എടുത്തു നോക്കിയാൽ ഇവരുടെ കണ്ടന്റ് മാത്രമായിട്ട് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം അത്രയ്ക്ക് നെഗറ്റീവാണ് രേണു സുധിക്ക് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആ ഒരു ഷോയിൽ പോയത് കൊണ്ട് പുള്ളിക്കാരിയുടെ ഇമേജിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ ഒരു ഷോയിൽ പോയാൽ പുള്ളിക്കാരിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസാണ്. എന്തായാലും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും രേണു സുധി വരട്ടെ, അവർ നല്ലോണം പെർഫോം ചെയ്യും എന്നാണ് പലരും പറയുന്നത്. ഇനി അടുത്ത ഒരു പേരെന്ന് പറയുന്നത് മൈത്രേയൻ. മൈത്രേയൻ്റെ പേരും അധികം ആരും മുമ്പത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും അധികം അങ്ങനെ കേൾക്കാത്തൊരു പേരാണ്. ഇപ്പോൾ അത് ബിഗ് ബോസിലേക്ക് കയറുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ന്യൂസും അതേപോലെ തന്നെ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കാണാനും സാധിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പേരാണ് അവന്തിക മോഹൻ. ഇതൊക്കെ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ കണ്ട ഒരു പേര് തന്നെയാണ്. അതുകൊണ്ട് അത്ര അത്ഭുതപ്പെടാനുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ അവന്തിക മോഹൻ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഔട്ടായി അല്ലെങ്കിൽ പോകുന്നില്ല എന്നൊക്കെ പല സോഷ്യൽ മീഡിയ പോസ്റ്റിലും പല യൂട്യൂബേഴ്സൊക്കെ ഇടുന്നത് കാണുന്നുണ്ട്. ഇനി അടുത്തൊരു പേരാണ്, ഇതും അതേപോലെ തന്നെയാണ്, അനുമോൾ. സ്റ്റാർട്ടിങ് മുതൽ തന്നെ എല്ലാവരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇട്ട ഒരു പേരാണ് അനുമോൾ. എന്തായാലും അനുമോൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഒരു 99% ഉണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ അനുമോളുടെ പേര് ഇങ്ങനെ പറയാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഒന്ന് സീമാജി നായർ. ഇത് അങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ തോന്നുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ. ഇതൊരു സീരിയൽ ആർട്ടിസ്റ്റാണ്. എന്തായാലും മുമ്പത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും അങ്ങനെ ഈ ഒരു പേര് ഞാൻ കണ്ടിട്ടില്ല. വരാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ ബീന ആൻ്റണി. ബീന ആൻ്റണിയുടെ പേര് കഴിഞ്ഞ സീസൺ മുതലേ ഇങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സീരിയൽ ആർട്ടിസ്റ്റ് ഒരു കാറ്റഗറിയിൽ. വരുമോ എന്തോ അറിയില്ല. എന്തായാലും ഈ ഒരു 90% അല്ലെങ്കിൽ കയറാൻ സാധ്യതയുള്ള പട്ടികയിലാണ് ഇപ്പോൾ ഈ ഒരു പേരുകളൊക്കെ കാണുന്നത്. എന്തായാലും ഓഗസ്റ്റ് 3 കയറിയാലേ നമുക്ക് പറയാൻ പറ്റൂ ഇവരൊക്കെ ഉണ്ട് എന്ന് തന്നെ. എന്തായാലും ഇവരൊക്കെ ഈ ഒരു ന്യൂസ് ചാനലുകളൊക്കെ വെറുതെ ഒന്നും അറിയാതെ ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റോ അല്ലെങ്കിൽ കയറാൻ സാധ്യതയുള്ളവരുടെ പേരൊന്നും ഇടാനുള്ള സാധ്യതയില്ല. ഇനി അടുത്തൊരു പേരാണ് മസ്താനി. മസ്താനിയുടെ പേരും നമ്മൾ പല പ്രഡിക്ഷൻ ലിസ്റ്റിലും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല.
എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇതേപോലെയുള്ള ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇവരിൽ ആരൊക്കെ കയറും എന്നുള്ള കാര്യം 3-ാം തീയതി, അതായത് ഈ കമ്മിങ് സൺഡേ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഇതൊക്കെ എത്രമാത്രം സത്യമാണ് എന്നും ഒന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയാണ്. പക്ഷേ ഇതിൽ ഒരു 80% ആൾക്കാരും ആ ഒരു ഷോയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു വിവരവും കിട്ടാതെ ഇതേപോലുള്ള ന്യൂസ് ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളൊന്നും ഇതേപോലുള്ള പേരുകളൊന്നും ഇവർ കൊടുക്കില്ല. കാരണം അത് അവരുടെ ക്രെഡിബിലിറ്റിയെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് തെറ്റായ ഒരു വിവരം കൊടുത്തു കഴിഞ്ഞാൽ. എന്തായാലും ഓഗസ്റ്റ് 3-ാം തീയതി വരെ കാത്തിരിക്കാം.